ട്രീ ബൈ ഷെൽഡൻ അലൻ സിൽവർസ്റ്റൺ. ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ എന്താണ് ഒരു ട്രീ ഉണ്ടായിരുന്നു. അവർ വളരെ വലിയൊരു ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ ആ കുട്ടി ആ മരത്തിലൊക്കെ കയറി കളിക്കുകയും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ടയർഡ് ആകുമ്പോഴത്തേക്ക് എന്തെയും മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങും. അതുപോലെ എന്തെയും ആ ലീവ്സ് ഒക്കെ വെച്ച് ഒരു ക്രൗൺ ഒക്കെ ഉണ്ടാക്കി കളിക്കുകയൊക്കെ അവൻ ചെയ്യും. പിന്നെ കുറേ കാലം വളർന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യാണ്, ഈ മരത്തിൽ വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മരം ഹാപ്പിയോടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബോയ് പറയും, എന്താണ്, ഞാൻ വന്നത് കളിക്കാനൊന്നും അല്ല, മഴയെ പോലെ കളിക്കാനല്ല വന്നത്, എനിക്ക് എന്ത് ചെയ്യാം, കുറച്ച് പൈസ വേണം, എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയും. അപ്പോൾ ട്രീ പറയും, എൻ്റെ പൈസ ഇല്ല, പകരം എൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് നീ എന്ത് ചെയ്യുക, വിൽക്കുക, അതുവഴി നീ പൈസ ഉണ്ടാക്കാന്ന് പറയും. അതും കേട്ട് അയാൾ എന്ത് ചെയ്താൽ കുട്ടിയെ ഫ്രൂട്ട്സ് കൊണ്ട് പോയി, പിന്നെ വന്നില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ എന്താണ്, എനിക്ക് ഇപ്പോഴും കളിക്കാൻ സമയമില്ല. ആ ഒരു ട്രീ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അവൻ ഓരോ വട്ടം വരുമ്പോഴും എന്നോട് കളിക്കാനാണ് വരുന്നത്. പക്ഷെ അല്ല, ആ ട്രീ അയാൾ എന്താ പറയുന്നേ, എനിക്ക് ഇപ്പോൾ കളിക്കാൻ സമയമില്ല, എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, അവർക്ക് വേണ്ടി ജീവിക്കണം, എനിക്കൊരു വീട് വേണം, വീട് തരുമോ? അപ്പോൾ ആ ഒരു ട്രീ പറയുന്നുണ്ട്, എനിക്ക് വീടൊന്നും തരാൻ പറ്റത്തില്ല, ഞാൻ തന്നെ ജീവിക്കുന്നത് എന്താണ്, ഈ ഒരു നേച്ചറിലാണ്, എനിക്കൊരു വീടില്ല, എൻ്റെ നേച്ചറാണ് എൻ്റെ ഒരു വീട്, നിനക്കൊരു സഹായം ചെയ്യാം, എൻ്റെ ഓരോ ബ്രാഞ്ചസും നീ വെട്ടിക്കൊണ്ട് പൊക്കിയോ, അത് ഉപയോഗിച്ച് നീ വീട് വെച്ചോ എന്ന് പറയുന്നു. അത് കേട്ട് അവൻ അതുപോലെ ചെയ്യുന്നു. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പോൾ വലിയൊരു യുവാവായി കഴിഞ്ഞു. അയാൾ പറഞ്ഞു, എന്താണ്, എനിക്കിപ്പോഴും നിന്നോട് കളിക്കാൻ സമയമില്ല, ഞാൻ വളരെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ വേണ്ടത് എന്താണ്, ഒരു ബോട്ടാണ് വേണ്ടത്, എനിക്ക് എവിടെ നിന്നും ദൂരോട്ട് പോകണം, അതിന് എന്ത് ചെയ്യണം, എനിക്ക് ദൂരോട്ട് പോയി ഹാപ്പി ആയിട്ട് ഇരിക്കണം, ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടണം, അതുകൊണ്ട് എനിക്കൊരു ബോട്ട് തരാൻ പറയുന്നു. അപ്പോഴും ഈ നിസ്സഹായമായ ഒരു ട്രീ പറയാൻ, എനിക്ക് തരാനൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ മരത്തടി നീ എടുത്തോ, എൻ്റെ മരത്തടി നീ വെട്ടിയെടുത്ത് അതിനെ നീ ഒരു ബോട്ടാക്കി മാറ്റിക്കോ എന്ന് പറയുന്നു. അപ്പോൾ യാതൊന്നും ചിന്തിക്കാതെ ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഈ മരത്തിനെ വെട്ടി എന്താക്കുന്ന ഒരു ബോട്ടാക്കി അതും കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴും ഈ ട്രീ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ ഓരോ വട്ടം വരുമ്പോഴും ഇവൻ ഹാപ്പി ആവുന്നുണ്ട്, ഈ ട്രീ എന്നോട് കളിക്കാനാണ് വരുന്നത്. പക്ഷേ ഓരോ വട്ടവും അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവനെ ഈ ഒരു ട്രീയെ സമീപിക്കുന്നത്. പിന്നെ കുറേ വർഷം കഴിഞ്ഞ ശേഷം ഇയാൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ആ ടൈമിൽ എന്ത് ചെയ്യാണ്, ഈ ട്രീക്ക് ഒരുപാട് വിഷമാവാണ്, കാരണം അയാളുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. അപ്പം അയാൾ അങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്ക്, ആ ഒരു മരം സങ്കടപ്പെടുമ്പോഴത്തേക്ക് ഈ ഓൾഡ് മാൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് സമാധാനമാണ് വേണ്ടത്, ഞാനിവിടെ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ ഒരു മരം പറയുന്നുണ്ട്, നീ ഇവിടെ റെസ്റ്റ് എടുത്തോളൂ, എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളെ ആപത്ത് ഘട്ടങ്ങളിൽ സഹായിച്ച ആൾക്കാരെ നമ്മൾ മറക്കരുത്.